ഹായ് ഹലോ നമസ്കാരം. പേച്ച്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് മിക്സഡ് മോക്ക് ടെസ്റ്റാണ്. നമ്മുടെ സിലബസിൽ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ എടുത്തുകൊണ്ടുള്ള മിക്സഡ് ആയിട്ട് നമ്മൾ കുറേയധികം മിക്സഡ് മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 11ാമത്തെ പാർട്ടാണ്. അപ്പോൾ അതിന് മുന്നുള്ള പാർട്ടുകളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്, എടുത്ത് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മൾ ഡെയിലി കറണ്ട് അഫെയർസും അതുപോലെ തന്നെ സൗജന്യ ക്ലാസ്സുകൾ നൽകുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ചുവടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ചുവടെ കൊടുക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്തിടാം ക്ലാസ് വന്നതിന് ശേഷം. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 10 ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ളതും എല്ലാം അല്ലാത്തതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് എഴുതി നോക്കുക എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത്, മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ഏത് പരിശോധനയ്ക്കാണ് ബെനഡിക്റ്റ് ലായനി അഥവാ ബെനഡിക്റ്റ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്? ഓക്കെ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവറിയാൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവറിയാൻ, മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവറിയാൻ, മൂത്രത്തിലെ ക്രിയാറ്റിൻ്റെ അളവറിയാൻ. ഓക്കെ, അപ്പോൾ ചുവടെ പറയുന്നവയിൽ ഏത് പരിശോധനയ്ക്കാണ് ബെനഡിക്റ്റ് ലായനി ഉപയോഗിക്കുന്നത് എന്നുള്ളത് എഴുതുക. ഓക്കെ, ഒന്നാമത്തെ ആൻസർ എഴുതുക. സമയം വേണ്ട ഒരു പോസ് ചെയ്തോളം നമ്മൾ അടുത്തേക്ക് പോകണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജീവകം സിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ജീവകം സിയുമായി ബന്ധമില്ലാത്തൊരു പ്രസ്താവനയുണ്ട്, അത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. അടുത്തത്, ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ എന്നിവയിൽ കാണപ്പെടുന്ന ജീവകമാണ് ജീവകം സി എന്നൊരു പ്രസ്താവനയുണ്ട്. അടുത്തത്, ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നുണ്ട്. അടുത്തത്, ജലദോഷത്തിനുള്ള ഔഷധമായി കണക്കാക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നുണ്ട്. ഈ 4 പ്രസ്താവനകളിൽ നിന്ന് ജീവകം സിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കുക. നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് ജോഡി എന്ന് പറയുന്ന ഒന്നുമില്ല. അതായത് ഇപ്പോൾ വിനാഗിരി, അതിലടങ്ങിയിട്ടുള്ള ആസിഡ്. ഓക്കെ, അതുപോലെ നാരങ്ങ, അതിലടങ്ങിയിട്ടുള്ള ആസിഡ്, ആപ്പിള്, പുളി. ഓക്കെ, അപ്പോൾ ഓരോ ഐറ്റംസും അതിലടങ്ങിയിട്ടുള്ള ആസിഡുമാണ് പറഞ്ഞിട്ടുള്ളത്. വിനാഗിരിക്കകത്ത് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ തെറ്റായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം തെറ്റാണ്. നാരങ്ങയ്ക്കകത്ത് സിട്രിക് ആസിഡ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ ആപ്പിളിനകത്ത് മാലിക് ആസിഡ് എന്ന് പറയുന്നുണ്ട്, പുളിക്കകത്ത് ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ആസിഡ് അതുപോലെ തന്നെ പദാർത്ഥങ്ങൾ ആസിഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നമ്മൾ ക്ലാസ് മുന്നേ ചെയ്തിട്ടുണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും എഴുതിക്കോളൂ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെയും തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമമാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ, അല്ലേ? INC നമ്മുടെ സിലബസിനകത്ത് എടുത്ത് പറയുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, അതിൽ നിന്നാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമമാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് INCയുടെ സ്ഥാപക സെക്രട്ടറി WC ബാനർജി ആണെന്ന് പറയുന്നുണ്ട്. പിന്നെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മലയാളിയാണ് C ശങ്കരൻ നായർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. അടുത്തത്, മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ആര് എന്നുള്ളതാണ്. എന്താണ് ക്വസ്റ്റ്യൻ? മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ, അമിത് ഷാ, സ്മൃതി ഇറാനി, രാജ്നാഥ് സിംഗ്, ഇവരിൽ ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, എഴുതുക. സമയം വേണ്ട ഒരു പോസ്റ്റ് ചെയ്തോളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ LPUPക്ക് വേണ്ടിയിട്ടുള്ള 20ാമത് ക്രാഷ് ബാച്ച്, നമ്മൾ 19 ക്രാഷ് ബാച്ചുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. 20ാമത് ക്രാഷ് ബാച്ചിൽ 20ാമത് ക്രാഷ് ബാച്ച് ഈ വരുന്ന ഏപ്രിൽ 15 തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾക്ക് വിഷു സ്പെഷ്യൽ ഓഫറിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? തിങ്കളാഴ്ച നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും 20ാമത് LPUP ക്രാഷ് ബാച്ചിൽ. ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും പഠിക്കാനുണ്ടാവും. ഓക്കെ, ഒപ്പം കറണ്ട് അഫെയറിൻ്റെ മേഖല നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രമായിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു 5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ കിട്ടും. ഒപ്പം അത് കൂടാതെ 2.25 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വരെയുള്ള ലൈവ് ക്ലാസ്സുകൾ ഡെയിലി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സാണ്. ഒരു 24 hours നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്, അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏത് സമയത്ത് നിങ്ങൾക്ക് മെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്.
ഇതെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് 20ാമത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന 9747886626 എന്ന് പറയുന്ന പേജ് 3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 15 തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ ഓഫർ ബുക്ക് ചെയ്തിടുക. ഓക്കെ, കുറഞ്ഞ ചിലവിൽ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ലൈവ് ക്ലാസ് അടങ്ങുന്ന ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഒഴിവ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഈ ക്ലാസ് കാണാൻ സാധിക്കുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ തരുന്നുണ്ട്, ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ മോഡൽ പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് മോഡൽ പരീക്ഷകൾ എഴുതാം. സിലബസ് അനുസരിച്ചുള്ള 100 ചോദ്യങ്ങളുടെ സബ്ജക്റ്റ് തിരിച്ചിട്ട് അതിനുള്ള പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എന്തായാലും വിളിച്ചോളൂ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിലെന്താണ് പറയുന്നത്? 2 പ്രസ്താവന പറയുന്നുണ്ട്. ഒന്ന്, GST നടപ്പിലാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് സാക്ഷ്യം എന്ന് പറയുന്നൊരു പ്രസ്താവന പറയുന്നത്. എന്താണ്? GST നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് പ്രൊജക്റ്റ് സാക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അടുത്തത്, ചരക്കു സേവന നികുതി ബിൽ രാജ്യസഭ അംഗീകരിച്ചത് 2016 ഓഗസ്റ്റ് 3-നാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചരക്കു സേവന നികുതി ബില്ല് രാജ്യസഭ അംഗീകരിച്ചത് 2016 ഓഗസ്റ്റ് 3-നാണെന്ന് പറയുന്നുണ്ട്. ഈ 2 പ്രസ്താവനകൾ പറയുന്നുണ്ട്. ഇതിനകത്തുള്ള ഓപ്ഷൻ നോക്കുക. 1ഉം 2ഉം ശരിയാണ്, അല്ലെങ്കിൽ 1 മാത്രം ശരിയാണ്, 2 മാത്രം ശരിയാണ്, 1ഉം 2ഉം തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എഴുതുക. 6ാമത്തെ ക്വസ്റ്റ്യൻ. സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. 7ലേക്ക് പോകാം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കുക, പ്രസ്താവനകൾ 3 പ്രസ്താവനയുണ്ട്. ഒന്ന്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണെന്ന് പറയുന്നുണ്ട്. 1ാമത്തെ പ്രസ്താവന. 2, സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെയോ, വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായി ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ള ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ 3 പ്രസ്താവനയൊന്ന് നോക്കിയിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണ് ശരിയായ പ്രസ്താവന എന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 1ഉം 3ആണോ ശരി, 1ഉം 2ആണോ ശരി, 2ഉം 3ആണോ, അല്ലെങ്കിൽ 1, 2, 3 എന്നിവയാണോ ശരി എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിക്കും. ഇത് കേരളത്തിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യത്തിനകത്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മൾ ബേസും ഒന്ന് ചർച്ച ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എഴുതി നോക്കണമല്ലോ. 8, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നടത്തിയത് ആരാണ്? നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് രാജധാനി മാർച്ച് നടത്തിയത് ആരാണ്? KP കേശവമേനോൻ, അക്കമ്മ ചെറിയാൻ, K ദേവയാനി, K കേളപ്പൻ. ഇവരിൽ ആരാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് രാജധാനി മാർച്ച്. ഓക്കെ, അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം വരുമെന്ന് അറിയാം. അടുത്ത് നോക്കുക, 9ാമത്തെ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം അന്തരീക്ഷ പാളികളിലായാണ് ഉയരം കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഊഷ്മാവ് കുറഞ്ഞു വരുന്നത്? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 4 അന്തരീക്ഷ പാളികൾ ഇവിടെ തന്നിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതിലെ ഏതൊക്കെ അന്തരീക്ഷ പാളികളിലാണ് ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നത്? ഊഷ്മാവ് കുറയുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതിലാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. 1ഉം 2ഉം ആണോ, 3ഉം 4ഉം ആണോ, 1ഉം 3ഉം ആണോ, 2ഉം 4ഉം ആണോ? ഇത് നമ്മൾ അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്നൊരു മേഖലയിൽ കൃത്യമായിട്ട് നമ്മുടെ ഹരിസാർ നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അന്തരീക്ഷ പാളികളെ കുറിച്ചിട്ട് നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ, ആ ക്ലാസ് കാണുന്നവർ നമ്മൾ പ്ലേലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് എടുത്ത് കാണാനായിട്ട് സാധിക്കും. LPP മാരത്തോണിനകത്ത് അതുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങളത് കണ്ടാൽ മതി. അടുത്തത് 10, കോർ ബാങ്കിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ബാങ്കുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് എന്താണ് കോർ ബാങ്കിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിലേതാണെന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ഒരു ബാങ്കിൻ്റെ സേവനങ്ങളെല്ലാം ഉപഭോക്താക്കൾക്ക് ബാങ്കിൻ്റെ പ്രധാന ശാഖയിൽ നിന്ന് ലഭ്യമാക്കുന്നതാണോ കോർ ബാങ്കിങ്? അതല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കിങ് സേവനം ലഭ്യമാക്കാനുള്ള മൊബൈൽ ബാങ്കിങ് സംവിധാനത്തെയാണോ ഈ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്? അതുമല്ലെങ്കിൽ ബാങ്കിങ് സേവനങ്ങളെല്ലാം ഇൻ്റർനെറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന ഒരു പരിപാടിയാണോ ഈ കോർ ബാങ്കിങ്? അതുമല്ലെങ്കിൽ ബാങ്കിൻ്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതു ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്ക് ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കുന്ന പരിപാടിയാണോ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്? ഇതിലേതാണ് പ്രസ്താവനയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക. ഓക്കെ അല്ലേ? സോ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി ഈ 10 എണ്ണത്തിന് നമ്മൾ ആൻസറിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണ്. വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, നോക്കുക, ചുവടെ പറയുന്നവയിൽ ഏത് പരിശോധനയ്ക്കാണ് ബെനറ്റിക് ലയനിലെ ബെനറ്റിക് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്? ഇതിനാണ് മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ C ആണ് ഒന്നാമത്തെ ഉത്തരം എന്ന് വരുന്നത്. 2, ജീവകം സിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ എന്താണ് തെറ്റായ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ഏതാണ് ജീവകം സി നഷ്ടമാകുന്നുണ്ട്? ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ എന്നിവയിലൊക്കെ അടങ്ങിയിട്ടുള്ളത് ജീവകം സി തന്നെയാണ്. എന്നാൽ ശരീരത്തിലെ
കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ഏതാണ്? അത് ജീവകം ഡി ആണ്, നമുക്കറിയാം അല്ലേ, കാൽസ്യത്തെ. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള LED പല്ല് എന്നൊക്കെ പറഞ്ഞ വിറ്റാമിൻ ഡിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ അത് ഡി ആണ്. ഇനി ജലദോഷത്തിന് ഔഷധമായി കണക്കാക്കപ്പെടുന്നത് ജീവകം സി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് തെറ്റായിട്ടുള്ളത്? ഇത് ജീവകം ഡിയെ കുറിച്ചാണ് പറയുന്നത്, ജീവകം സിയെ കുറിച്ചിട്ടല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. വിനാഗിരി അസറ്റിക് ആസിഡ് തന്നെയാണ്, നാരങ്ങയിൽ സിട്രിക് ആസിഡാണ്, ആപ്പിളിൽ മാലിക് ആസിഡാണ്. എന്നാൽ പുളിയിൽ എന്താണ്? ഓക്സാലിക് ആസിഡ് അല്ല, മറിച്ച് ടാർട്ടാറിക് ആസിഡാണ്. നമുക്ക് പുളി അല്ലേ, പച്ചപ്പുളി വേണ്ട, പുളി ഇത്തിരി ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ കറുപ്പല്ലേ, കറുപ്പ് എന്ന് പറയുമ്പോൾ ടാറിനോട് ഉപയോഗിച്ച് നോക്കൂ, ടാർട്ടാറിക് ആസിഡ്. ഇപ്പോൾ പുളിയിൽ ഇറങ്ങിയിട്ടുള്ള ടാർട്ടാറിക് ആസിഡാണ്. അപ്പോൾ ഇവിടുത്തെ പറയുന്നത് നമുക്ക് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത് നാലാമത്തെ നോക്കുക. 4 താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് തന്നെയാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിൽ തന്നെയാണ്. പിന്നെയും INCയുടെ സ്ഥാപക സെക്രട്ടറി ആണോ? അല്ല, പ്രസിഡൻ്റാണ് WC ബാനർജി അല്ലേ. സെക്രട്ടറി ആരാണ്? AO ഹ്യൂമാണ് അല്ലേ. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ, SC ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. അതൊന്നും ശരിയാണ്. 1897 നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 4 ഓക്കെ. അപ്പോൾ 4 സി ആണ്. 5 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? അത് അമിത് ഷാ ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫെയർ പോലെയൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത് നോക്കുക. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. GST നടപ്പിലാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് സാക്ഷ്യം. ഇവിടെ തന്നെ പഠിച്ചോളൂ, കറണ്ട് അഫെയറിൻ്റെ മേഖലയിൽ നിന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് പ്രൊജക്ട് സാക്ഷ്യം പദ്ധതിയെപ്പറ്റി. പിന്നെ ചരക്കു സേവന നികുതി ബിൽ രാജ്യസഭ അംഗീകരിച്ചത് 2016 എപ്പോഴാണ്? ഓഗസ്റ്റ് 3 ഏത് രാജ്യസഭ അംഗീകരിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുക, 1ഉം 2ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് 1ഉം 2ഉം ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ എ, 6ാമത്തേൻ്റെ ഓപ്ഷൻ എ ആണ്. അടുത്ത 7 ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ശരിയായത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത്. സിംഹവാലൻ കുരങ്ങുകൾ അല്ലെങ്കിൽ മക്കാക്ക സിൽനസ്, അതിൻ്റെ ശാസ്ത്രീയ നാമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന സൈലൻറ്റ് വാലിയിലാണ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്. പിന്നെ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇരവികുളം അല്ലേ ദേശീയോദ്യാനം, അതും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി തന്നെയാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നുള്ളതാണ് ഈ ഓപ്ഷനകത്ത് കാണുക. 1ഉം 2ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത 8 ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ട് രാജധാനി മാർച്ച് അക്കമ്മാച്ചെറിയൻ. രാജധാനി മാർച്ച് അക്കമ്മാച്ചെറിയൻ നമുക്കറിയാം, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം അന്തരീക്ഷ പാളികളിലാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആദ്യം നമ്മുടെ ഈ ഒരു അന്തരീക്ഷ പാളി എടുക്കാൻ ഈ ട്രോപ്പോസ്ഫിയർ അല്ലേ, ഇവിടെ എന്താണ് ഉയരം കൂടുന്നതനുസരിച്ച് ഈ തണുപ്പ് അനുഭവപ്പെട്ടു, അത് ഊഷ്മാവ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ട്രോപ്പോസ്ഫിയറിൽ അത് സംഭവിക്കും, അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിലല്ല. പിന്നെ മിസോസ്ഫിയറിലും അതുപോലെ തന്നെ എന്താണ് ഒന്നിടവിട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ആദ്യത്തേൽ നമ്മൾ ഊഷ്മാവ് കുറഞ്ഞു വരും, അടുത്തയിൽ അങ്ങനെയല്ല, അതിൻ്റെ അടുത്തയിൽ എന്താണ് അതേപോലെ ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറഞ്ഞു വരും മിസോസ്ഫിയറിൽ അല്ലേ. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയറും മിസോസ്ഫിയർ അല്ലേ. അപ്പോൾ 1ഉം 3ഉം എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 10 കോർ ബാങ്കിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കോർ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബാങ്കിൻ്റെ സേവനങ്ങളെല്ലാം ഉപഭോക്താക്കൾക്ക് ബാങ്കിൻ്റെ പ്രധാന ശാഖയിൽ നിന്ന് ലഭ്യമാക്കുന്നതല്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തെറ്റ് പഠിച്ചാലും ശരിയിലേക്ക് പോകാൻ പറ്റില്ല. ഇത് നമ്മളെല്ലാം നോക്കിയിട്ട് പോകാം. ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കിങ് സേവനം ലഭ്യമാക്കാനുള്ള മൊബൈൽ ബാങ്കിങ് സേവനവും അല്ല, അതും തെറ്റാണ്. ബാങ്കിങ് സേവനങ്ങളെല്ലാം ഇൻ്റർനെറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതും അല്ല. പിന്നെ ഏതാണ്? ബാങ്കിൻ്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ച് അല്ലേ, കോർ ബാങ്കിങ്ങുകൾ അങ്ങനെ തന്നെ മനസ്സിലാക്കൂ. ബാങ്കിൻ്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏത് ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്കുള്ള ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കുന്ന ഒരു പരിപാടി അല്ലേ. നമുക്കിപ്പോൾ മറ്റൊരു ബാങ്കിലുള്ള വേറൊരു സ്ഥലത്തുള്ള അക്കൗണ്ടുള്ള ഒരു ബാങ്ക് സെയിം ബാങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് നമ്മുടെ ഇടപാടുകൾ നടത്താനൊക്കെ ആയിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ലേ. അപ്പോൾ അതുതന്നെയാണ് ഈ കോർ ബാങ്കിങ് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ 10ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ എത്ര മാർക്ക് കിട്ടി, ആൻസർ നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന ടെലഗ്രാം ചാനലിലോ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തിട്ടുള്ള ഏതിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ 20ാമത്തെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഏപ്രിൽ 15 ആരംഭിക്കുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9747888626 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോക്ക് ടെസ്റ്റിൻ്റെ മാർക്ക് മറക്കാത്ത കമൻറ്റ് ചെയ്യുക. അടുത്ത മോക്ക് ടെസ്റ്റായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.